എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കാം. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിന് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിനെ വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കിട്ടുള്ള പണി വരാൻ പോകുന്നു എന്ന പ്രധാന വസ്തുതയാണ് പറയാനുള്ളത്. കാരണം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് ഒക്ടോബർ മാസം 19-ാം തീയതിയാണ്. ഒക്ടോബർ മാസം 19-ാം തീയതിയാണ് എന്ന് ഓർത്തിരിക്കുക. ഇന്നേക്ക് ശരിക്കും 10 ദിവസം മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. 11-ാം ദിവസം നിങ്ങൾക്ക് എക്സാം ആണ്. ഇന്നേക്ക് 10 ദിവസം ആണ് നിങ്ങളുടെ മുമ്പിൽ ഇനി അവശേഷിക്കുന്നത്. 11-ാം ദിവസം നിങ്ങൾ എക്സാമിനായി പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തുകയാണ്. അപ്പോൾ പ്രത്യേകിച്ചും പറയാനുള്ളത് 5ാം സെമസ്റ്റർ പരീക്ഷ എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു പരീക്ഷയാണ്. കാരണം ഈ 4 സെമസ്റ്റർ പരീക്ഷകളും വിജയകരമായി കംപ്ലീറ്റ് ആക്കിയ ഒരു വിദ്യാർത്ഥിക്ക് 5ാം സെമസ്റ്റർ മാത്രമല്ല 6ാം സെമസ്റ്ററും വളരെ നിർണായകമായ ഒരു പരീക്ഷ തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് ഈ 4 സെമസ്റ്റർ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ഇതുവരെ ഒരു സപ്ലി പോലും ഇല്ലാതെ 4 സെമസ്റ്റർ പരീക്ഷകൾ നിങ്ങൾ വിജയകരമായി കംപ്ലീറ്റ് ആക്കി. എന്നാൽ 5ാം സെമസ്റ്റർ പരീക്ഷയിലോ 6ാം സെമസ്റ്റർ പരീക്ഷയിലോ നിങ്ങൾക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഒരു വർഷം പോകും. ഞാൻ ഈ 5ാം സെമസ്റ്ററിനെ കുറിച്ച് എല്ലാ വീഡിയോകളും ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, 4 സെമസ്റ്റർ സപ്ലി ഇല്ലാതെ കംപ്ലീറ്റ് ആയെന്ന് വെച്ച് 5ലും 6ലും സപ്ലി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ഒരു വർഷം പോകും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം എന്താണ്, നിങ്ങൾക്കിപ്പോൾ സപ്ലി വന്നു കഴിഞ്ഞാൽ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ അത് എഴുതാൻ പറ്റും. ഒരു വർഷം നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള അവസാന ചാൻസ് ആണ്. ഇനി നിങ്ങൾക്ക് അടുത്ത വർഷം മുതൽ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ എഴുതാൻ സാധിക്കില്ല. പകരം യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ, സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ, മേഴ്സി ചാൻസ് പരീക്ഷകൾക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഒരു വർഷമോ 2 വർഷമോ 3 വർഷമോ ഒരു ലോങ് ടൈം പീരീഡ് തന്നെ ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇത്ര മാത്രമേ അറിയുള്ളൂ. 5ാം സെമസ്റ്റർ മാത്രമല്ല 1, 3, 5 ഇപ്പോൾ 1, 3, 5 സെമസ്റ്റർ പരീക്ഷകൾ നടക്കാൻ പോവുകയാണ്. അതിൽ 1ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷയും 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷയുടെയും രജിസ്ട്രേഷനൊക്കെ ഓൾറെഡി കഴിഞ്ഞു എന്നല്ലാതെ പരീക്ഷ എന്ന് തുടങ്ങുമെന്നോ ഇതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വ്യക്തമാക്കിയിട്ടില്ല. രജിസ്ട്രേഷൻ പ്രൊസീജിയറൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. 5ാം സെമസ്റ്റർ പരീക്ഷ ഒക്ടോബർ 30 മുതലാണ്. അപ്പോൾ തീർച്ചയായും സപ്ലി ഇല്ലാതെ പോകാൻ ശ്രദ്ധിക്കുക. സപ്ലി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ പണി നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ 2021-22 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ അവർ പഠിക്കേണ്ടെന്നല്ല, പഠിക്കണം, മാക്സിമം ക്ലിയർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കാം. അപ്പോൾ പുതിയ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.